ഹായ് ഗൈസ്, എൻ്റെ പേര് ഫാസിൽ. ഞാൻ ഐ ടി ഡൽഹി ബി.ടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IITs വേർത്ത് ആണോ എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഈ ഒരു എക്സാം ടൈമിൻ്റെ ലാസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന പ്രിപ്പറേഷൻ്റെ ലാസ്റ്റ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, IITs വേർത്ത് ആണോ? നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് IITസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വേർത്ത് ആണോ? ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ തോട്ടായിരിക്കും. നമ്മുടെ മോക്ക് ടെസ്റ്റിലെ മാർക്കൊക്കെ നമ്മൾ നോക്കും, എന്നിട്ട് നമ്മുടെ മാർക്സ് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് അത്ര ഒന്നും ചിലപ്പോൾ നമുക്ക് എത്തിയെന്ന് വരില്ല. സോ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ സ്വയം നമ്മളോട് ചോദിക്കും, IITs വേർത്ത് ആണോ? ഇത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു ഗുണം നമുക്ക് IITസിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ള അങ്ങനത്തെ കുറേ ഡൗട്ട്സൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊന്ന് പറയാനാണ് എന്ത് ചെയ്യാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന തോട്ട്സാണ്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ലൈക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ വിചാരിച്ചത്ര മാർക്കൊന്നും കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, IITs അത്ര വേർത്താണോ അങ്ങനത്തെ രീതിയിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കുറേ സെർച്ച് ചെയ്യും. ലൈക്ക് IITസിലുള്ള പ്ലേസ്മെൻറ്റ് എത്രയാണ്. അവിടെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ചില ആളുകൾക്കൊന്നും പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല, ചില ആളുകൾ 100% പ്ലേസ്മെൻ്റ് ഒന്നുമില്ല, ചില ആളുകൾക്ക് പ്ലേസ്ഡ് ആവാതെ പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത്രയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? നോർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് കഴിഞ്ഞിട്ട് നേരെ പോയാൽ പോലെ എന്നുള്ള തോട്ട്സൊക്കെ തോന്നും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് വരാൻ തുടങ്ങും. ലൈക്ക് ആദ്യം നമ്മൾ IITs വേർത്താണോ ചോദിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പറേഷൻ ഇങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ NITs വേർത്താണോ, അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിനീയറിംഗ് വേർത്താണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന രീതിയിൽ വരെ എത്തും നമ്മുടെ പ്രിപ്പറേഷൻ എങ്ങനെ, നമ്മുടെ മാർക്സ് എങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ NITs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാളും എത്രയോ ബെറ്ററാണ്. അതിനേക്കാളും എത്രയോ ബെറ്ററാണ് IITs എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് IITസിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു എക്സ്പോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ മറ്റുള്ള ഏത് കോളേജ്, നിങ്ങൾ എത്ര അത് നമ്മൾ എന്താ പറയുക, നോർമൽ NIT പോകുന്ന ഒരാൾക്ക് കിട്ടുന്ന സാലറി തന്നെയല്ലേ IITസിലുള്ള ആളുകൾ കിട്ടുന്നുള്ളൂ. ഈവൻ നമ്മൾ പ്ലേസ്മെൻ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് ചില ആൾ ലൈക്ക് 25 lakh 30 lakh എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റുള്ള ജോലികൾക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റുള്ള ഈ IITസിലൊന്നും പോവാത്ത നോൺ IITs ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല ജോലികളും അതേപോലെ തന്നെ നല്ല പ്ലേസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെന്താണ് ഈ ഒരു ഡിഫറൻസ്? ലൈക്ക് IITസും നോൺ IITസിന് ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ IITയിൽ പോയാലും പോയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക, നിങ്ങൾ സെൽഫായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു സ്ഥലത്തെത്തും, നിങ്ങൾ വിചാരിച്ചൊരു കരിയറിലെത്തും, നിങ്ങൾ വിചാരിച്ചൊരു പൊസിഷൻസിലെത്തും. അത് IITs വേണോ വേണ്ടേ അങ്ങനത്തെ ഒരു നിർബന്ധമൊന്നുമില്ല നിങ്ങൾ IITs ആവണമെന്നൊന്നും. പക്ഷേ IITസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ വഴി കുറച്ചും കൂടെ ഒന്ന് എളുപ്പമാവും, കുറച്ച് നല്ല എളുപ്പമാവും. ലൈക്ക് നിങ്ങൾ IITസിൽ എത്തിയിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ഗൂഗിളിൽ പ്ലേസ്ഡ് ആവണം, അല്ലെങ്കിൽ ആമസോണിൽ ടെസ്ലയിൽ പ്ലേസ്ഡ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ്ഡ് ആകാൻ പറ്റും. കാരണം അവർ ഗൂഗിൾ വന്നിട്ട് IITസിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ നടത്തിയിട്ട് അവിടുത്തെ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഗൂഗിൾ വന്നിട്ട് IITസിൽ വന്നിട്ട് പിക്ക് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളൊരു കോളേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഗൂഗിളൊക്കെ കയറാൻ പറ്റിയെന്നിരിക്കും, പക്ഷേ ഒരു ലോഡ് വർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനു വേണ്ടി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ഗൂഗിളിലൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ. സോ ഇപ്പം എനിക്കും തോന്നിയിട്ടുണ്ട്, ഈവൻ നമ്മളൊരു JEE പോലെയുള്ള ഒരു എക്സാം ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഒരു കരിയറിൽ ഇത്രയും വലിയൊരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ലൈക്ക് നിങ്ങളിപ്പോൾ ഒരു JEE നമ്മൾ പറയും ലൈക്ക് 1 year നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്, JEEക്ക് വേണ്ടി അത്ര രീതിയിൽ നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെടുന്നുണ്ട്, അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ ഇതൊക്കെ നമ്മൾ ഭാവി നമുക്ക് ഇതിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ ആലോചിക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നിങ്ങൾ SSLC പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്താ പറയുക, SSLC ഭയങ്കര ടഫാണ്, ഫുൾ A+ കിട്ടൽ ഭയങ്കര ടഫാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ആ ഫേസൊക്കെ നമ്മൾ കഴിഞ്ഞു വന്നു അല്ലേ. ലൈക്ക് എല്ലാവരും പറയും SSLC ഭയങ്കര ടഫാണ്, പിന്നെ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് SSLC ഒന്നുമല്ല JEE കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അല്ലേ. സോ സെയിം തോട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനേക്കാൾ എത്രയോ വലിയ ഡിഫറൻസ് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾ IITസിലൊക്കെ എത്തിക്കഴിയും. കാരണം അവിടെ കിട്ടുന്നൊരു എക്സ്പോഷർ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. ലൈക്ക് JEE ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്രയും വലിയൊരു കരിയർ ഡിഫറൻസ്. ലൈക്ക് IITസിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് ഒരു ഫ്ലെക്സിബിൾ എക്സ്പോഷറും കാര്യങ്ങളൊക്കെ ഈ ഒരു സിമ്പിൾ JEE എക്സാം ബേസ് ചെയ്തിട്ടാണോ അവരെന്ത് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സിസ്റ്റമാണോ ഇവിടെ ഉള്ളത് എന്നുള്ള രീതിയിൽ തന്നെ തോന്നിപ്പോയിട്ടുണ്ട്. കാരണം അത്രയും ബെനിഫിറ്റാണ് എന്ത് ചെയ്യുന്നത് IITസിന് കിട്ടുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു സ്കില്ലുണ്ട്, നല്ലൊരു എന്താ പറയുക, നിങ്ങൾ ഗൂഗിളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു സ്കില്ലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി, അവസരം കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഗൂഗിളിലുള്ളൊരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കിൽഡാണ് അല്ലെങ്കിൽ എത്ര എന്താ പറയുക നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആ ഒരു ജോലിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലേസിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല.
അങ്ങനെ എത്തിപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ലൈക്ക് എക്സെപ്ഷണലായിട്ട് ചില ആളുകളൊക്കെ IITസിൽ പോവാതെ തന്നെ വലിയ വലിയ കമ്പനികളിൽ കോടികൾ പാക്കേജൊക്കെ മേടിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. ലൈക്ക് ഇറ്റ്സ് മാസീവ്. അവർ ഈ എൻജിനീയറിങ് കോളേജ് മുതൽ ആ 4 വർഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് അവർ ഒരുപാട് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അവരെത്തുന്നത്. ഇൻ അതർ കേസ് നിങ്ങൾ ജസ്റ്റ് ഒരു JEE എഴുതി നിങ്ങൾ IITസിൽ എത്തുന്നു. IITസിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഹൈ പേയിങ് ജോബ്സിലോട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. ഈവൻ ഹൈ പേയിങ് ജോബ്സ് മാത്രമല്ല, നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് താല്പര്യം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ളൊരു താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ IIT ഡൽഹി പോയ സമയത്ത് അവിടെ ഒരുപാട് 1000 കോടികൾ ബിസിനസ്സൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഒരു ആളവിടെ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് 1000 കോടിയുടെ 2 ബിസിനസ് ഉണ്ടാക്കിയ ഒരാൾ IIT ഡൽഹിയിലെ ഒരു അലുമിനി ആയിരുന്നു. അവർ അവിടെ വന്നിട്ട് എങ്ങനെയാണ് ആ ഒരു ജേണിയും കാര്യങ്ങളും എങ്ങനെയാണ് ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ചുള്ള കറക്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് IIT ഡൽഹിയിലുള്ള സ്റ്റുഡൻസിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയും ബിസി ആയിട്ടുള്ള ഒരാൾ, നിങ്ങൾ അത്രയും യൂണിക്കോൺസ് ഉണ്ടാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മറ്റുള്ളൊരു കോളേജിൽ പോയി ഇത്രയും ഒരു വിലപ്പെട്ട ഒരു 1 hour 2 hour എന്ത് ചെയ്യില്ല മറ്റുള്ള ഒരു കോളേജിലെ സ്റ്റുഡൻസിൻ്റെ അടുത്തും പോയിട്ട് അവർ സ്പെൻഡ് ചെയ്യില്ല. അവർ IIT ഡൽഹിയിലോട്ട് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ IIT ഡൽഹിയിലുള്ള അലുമിനിയാണ്. സോ അവർക്ക് ആ ഒരു കണക്ഷൻ്റെ പുറത്ത്, ലൈക്ക് അവരവിടുത്തെ ഒരു അലുമിനിയാണ് എന്നുള്ള ആ ഒരു റിലേഷൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, അവരുടെ അത്രയും വിലപ്പെട്ട ടൈം, നിങ്ങൾക്കറിയാം അത്രയും ബിസി ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ടൈം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ IIT ഡൽഹി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടി ലെക്ചേഴ്സ് എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. സോ അതിൻ്റെ ഒക്കെ ഒരു പാർട്ടാവാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് IITസിൽ എത്തിക്കഴിഞ്ഞാൽ പറ്റും എന്നുള്ളതാണ്. പല എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഈവൻ സ്റ്റാർട്ടപ്പ് മാത്രമല്ല, നിങ്ങളൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് പോകുന്ന ആളുകളാണ്, നിങ്ങൾക്ക് വലിയൊരു മ്യൂസീഷ്യൻ ആവണം അല്ലെങ്കിൽ മ്യൂസിക് ബാൻഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണെന്നുണ്ടെങ്കിലും IIT ഡൽഹിയിൽ അതിനുള്ളൊരു അവസരം ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് IIT ഡൽഹിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്വന്തം ഒരു മ്യൂസിക് കരിയർ വരെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യും. കാരണം നമ്മൾ സേഫ് സ്പേസിലാണ്. നമ്മൾ IITയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളൊരു സേഫ് സ്പേസിലാണ്. ആൻഡ് നിങ്ങളുടെ ഒരു വേർത്ത് അവിടെ നിങ്ങൾ പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. സോ നിങ്ങൾ ഏതൊരു ഫീൽഡിലോട്ട് നിങ്ങൾ കടന്നു കഴിഞ്ഞാലും അവിടെയൊക്കെ നിങ്ങൾക്കൊരു അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ IIT ഡൽഹിയുടെ അല്ലെങ്കിൽ ഏത് IITs ആണെങ്കിൽ ആ IITയുടെ ഒരു ടാഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു ഡിഫറൻസ് ആണ്. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ സിമ്പിൾ JEE എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഇത്രയും വലിയൊരു കരിയർ ഡിഫറൻസ് നമുക്ക് ഉണ്ടാകുന്നത്. അത് ശരിക്കും എന്താണ് വളരെ എന്താ പറയുക, അതൊരു ശരിയല്ല എന്നാണ് എനിക്കിപ്പോൾ ഞാൻ ആലോചിക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത്. കാരണം JEE കിട്ടാത്ത ഒരുപാട് ആളുകൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും എന്ത് ചെയ്യില്ല, അവസരം കിട്ടുന്നില്ല. ഈ ഗൂഗിൾ ഇങ്ങനത്തെ വലിയ വലിയ കമ്പനീസിലൊക്കെ ഒന്നും അവർക്ക് ഇൻ്റർവ്യൂക്ക് ഇരിക്കാനുള്ളൊരു അവസരം കിട്ടുന്നില്ല. പിന്നെ അവർക്ക് ജോലി കിട്ടില്ലല്ലോ. സോ നിങ്ങൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇങ്ങനത്തെ വലിയ വലിയ കോളേജിലോട്ട് പോകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള എന്താ പറയുക അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും എന്ത് ചെയ്യും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ എക്സാമൊക്കെ ഇപ്പോൾ ഇങ്ങനെ മോക്ക് ടെസ്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മാർക്ക് കുറയും. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും IITസിൽ പോയാണോ, NITസിൽ പോയാൽ പോരെ. എന്നിട്ട് പിന്നെ അതിങ്ങനെ നമ്മൾ കുറച്ചൊക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും, എന്താ പറയുക IITസിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതെന്നൊക്കെ തരും. IITസിൽ സൂയിസൈഡ്സ് കുറച്ച് നടന്നിട്ടുണ്ട്. സോ IITസിൽ സൂയിസൈഡാണ് എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ എന്താ പറയുക നമ്മളിങ്ങനെ വിശ്വസിപ്പിക്കും. IITs വേർത്തല്ല, NITs ആണ് വേർത്ത്, അല്ലെങ്കിൽ NITs വേർത്തല്ല, കുറച്ച് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജസ് ആണ്. അങ്ങനെ എന്ത് ചെയ്യരുത്, സ്വയം നിങ്ങൾ തന്നെ എന്താ പറയുക ലിമിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു കാറ്റഗറിയിൽ ഏതൊരു എക്സ്പോഷർ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും IITs ആൻഡ് NITs ആ റാങ്കിങ് തന്നെയായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് എന്താണ് കരിയറിലാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ IITസിൽ ഇപ്പോൾ പ്ലേസ്മെൻ്റൊക്കെ ഫുള്ളില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ IITസിൽ പ്ലേസ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ബാക്കിയുള്ള താഴെയുള്ള ആളുകൾക്കൊന്നും അത്രയും പ്ലേസ്മെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു റാങ്കിങ് അത് അങ്ങനത്തെ ഒരു സൊസൈറ്റിയിൽ സിസ്റ്റം ആയിപ്പോയി. ലൈക്ക് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ക്രിയേറ്റ് ചെയ്ത് പോയി. നമ്മളെന്ത് ചെയ്യണം, എപ്പോഴും എല്ലാവരും ആ ഒരു ഇങ്ങനത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും അവരെപ്പോഴും ഒരു ഇത് കൊടുക്കുക, ഒരു റെലവൻസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ നമ്മളെന്ത് ചെയ്യുക, ആ ഒരു രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയൊരു ചാൻസാണ്. ഈവൻ ഒരുപാട് പേർക്ക് ഈ JEE അറിയാത്ത ഒരുപാട് പേരുണ്ട്, JEE എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്, JEEക്കുള്ളൊരു പ്രിപ്പറേഷൻ ഇതുവരെ തുടങ്ങാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ JEEനെ കുറിച്ച് അറിഞ്ഞു, JEEക്കുള്ള പ്രിപ്പറേഷനെ കുറിച്ച് അറിഞ്ഞു, IITസിനെ കുറിച്ച് അറിഞ്ഞു, അതിനുള്ള കണ്ടൻറ്റ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. അപ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റ് നമുക്കുണ്ട്. ആൻഡ് നമ്മൾ ക്ലോസർ ടു നമ്മൾ IITs ആണ്. ആൻഡ്
IITs ആർ വെരി ക്ലോസർ ടു ഹൈ പേയിങ് ജോബ്സ് ആൻഡ് ഹൈ പേയിങ് ജോബ്സ് ആർ വെരി ക്ലോസ് ടു നിങ്ങൾക്ക് എന്തിലോട്ട് വേണമെങ്കിൽ പോകാം. സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കണം എന്നുള്ളതാണ്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. ലൈക്ക് ഞാനും ഇപ്പം അജ്മൽ സാറോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് NIT പോയാൽ പോലെ എന്തിനാണ് IITസിലൊക്കെ ഒരു വർഷം കഷ്ടപ്പെട്ട് പോകുന്നത്, റിപ്പീറ്റൊക്കെ ചെയ്ത് IITസിൽ പോകുന്ന ഭാഗത്താണ്. അന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു IITs തന്നെയാണ് വർത്ത്, NITs പോയി എന്ത് ചെയ്യരുത്, നമ്മൾ ലിമിറ്റ് ചെയ്യരുത്, കോംപ്രമൈസ് ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ കോംപ്രമൈസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈവൻ NIT കിട്ടിയ ആളുകളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ IITസിൽ തന്നെ നിങ്ങൾക്കൊരു റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ, ലൈക്ക് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്താൽ കിട്ടും ഉറപ്പുണ്ട് എങ്കിൽ, നിങ്ങൾ അത്ര ഒരു എഫേർട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡെഫിനറ്റായിട്ടും എന്ത് ചെയ്യുക, IITസിൽ തന്നെ പോവുക. കാരണം അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകും. നിങ്ങളൊരു 1 year 2 year സ്പെൻഡ് ചെയ്യുന്നതിന് എത്രയോ മടങ്ങ് നിങ്ങൾക്ക് റിസൾട്ട് എന്തുണ്ടാവും, ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.